സന്ദർശകർക്ക് നിയന്ത്രണമുണ്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സന്ദർശകർക്ക് നിയന്ത്രണം. നിപ സ്ഥിരീകരിച്ച പശ്ചാത്തലത്തിലാണ് നടപടി. രോഗിക്കൊപ്പം ഒന്നിൽ കൂടുതൽ ആളുകളെ അനുവദിക്കില്ല. ആശുപത്രിയിൽ മാസ്ക് ധരിക്കണമെന്നും നിർദ്ദേശമുണ്ട് എന്നാണ് മിഥില ബാലൻ അറിയിക്കുന്നത്. എനിക്കൊന്ന് മിഥില ടെലിഫോൺ ലൈനിലുണ്ടെന്ന് തോന്നുന്നു. മിഥില, അപ്പോൾ ഈ നിപ സാഹചര്യമുണ്ട്, അവിടത്തേക്കാണ് ഇപ്പോൾ ചികിത്സയ്ക്ക് ആ കുട്ടിയെ കൊണ്ടുവന്നിട്ടുള്ളതെന്ന് പറയുന്നു. നിപ റൂം ആയിട്ട് തന്നെ, നിപ വാർഡായിട്ട് തന്നെ ഇപ്പോൾ മാറ്റിയിട്ടുണ്ട്. നേരത്തെ തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അതൊക്കെ പരിചയിച്ചതാണ് നിപ കാലത്ത് ആദ്യഘട്ടത്തിൽ. അപ്പോൾ എന്താണ് ഇപ്പോൾ കൊണ്ടുവന്ന നിയന്ത്രണം? വിശദാംശങ്ങൾ. കോഴിക്കോട് മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എങ്ങനെ ഇത്തരം സാഹചര്യം ഡീൽ ചെയ്യണം എന്ന ഒരു പരിചയം കോഴിക്കോട് മെഡിക്കൽ കോളേജിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പേവാർഡ് പെട്ടെന്ന് തന്നെ ഒരു ഐസൊലേഷൻ വാർഡായി മാറ്റി സജ്ജീകരണങ്ങൾ ഇവിടെ നടത്തിയത്. ഇപ്പോൾ സന്ദർശകർക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു അനൗൺസ്മെന്റ് ആണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ, അതായത് ഇപ്പൊ സ്ഥിരീകരിച്ച രോഗിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയ സാഹചര്യത്തിൽ ഇവിടെ സന്ദർശകർക്ക് നിയന്ത്രണമുണ്ട്. രോഗിക്കൊപ്പം ഒന്നിൽ കൂടുതൽ ആളുകൾ നിൽക്കാൻ പാടില്ല. മാത്രമല്ല, ആശുപത്രിയിൽ എത്തുന്ന ആളുകൾ നിർബന്ധമായും മാസ്ക് ധരിക്കണമെന്ന ഒരു നിർദ്ദേശവും ആശുപത്രി അധികൃതർ ഇപ്പോൾ നൽകുന്നുണ്ട്. ശരി മിഥില. ശ്രദ്ധിക്കുക, സന്ദർശനം ഒരു കാരണവശാലും അനുവദിക്കുന്നതല്ല. മാസ്ക് നിർബന്ധമായി ധരിക്കേണ്ടതാണ്. കൂടാതെ രോഗിയുടെ കൂടെ ഒന്നിൽ കൂടുതൽ ആളുകൾ ഒരു കാരണവശാലും നിൽക്കാൻ പാടുള്ളതല്ല. ശ്രദ്ധിക്കുക, നിപ്പ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്താൽ രോഗിയുടെ കൂടെ ഒന്നിൽ കൂടുതൽ ആളുകൾ ഒരു കാരണവശാലും നിൽക്കാൻ പാടുള്ളതല്ല. രോഗിയുടെ കൂടെ നിൽക്കുന്ന ആളുകൾ നിർബന്ധമായി മാസ്ക് ധരിക്കേണ്ടതാണ്. ശ്രദ്ധിക്കുക, സന്ദർശനം